ഹായ് ഓൾ, വെൽക്കം ടു മൈ കുക്കിംഗ് വീഡിയോ. ഇന്ന് നമുക്ക് ഒരു ഡിസേർട്ട് ഉണ്ടാക്കാം. അതായത് ടോഫി കാരമൽ വെർമിസലി പായസം. അത് വളരെ ഡെലീഷ്യസ് ആണ്, വളരെ ടേസ്റ്റിയാണ്, യമ്മിയാണ്. ടോഫി ഇഷ്ടപ്പെടുന്നവർക്കെല്ലാം തീർച്ചയായിട്ടും ഈ പായസം ഇഷ്ടപ്പെടും. ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റിൽ നമുക്ക് ടോഫി സോസ് ഉണ്ടാക്കാം. അതിനായിട്ട് ഇവിടെ ഒരു ടിന്ന് കണ്ടൻസ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ആ കണ്ടൻസ് മിൽക്ക് നമുക്ക് ഒരു ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇത് ഒഴിക്കാം. അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂണ് ബട്ടർ ചേർക്കാം. എന്നിട്ട് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കിക്കൊണ്ട് ഇരിക്കുക. അതായത് ഇതിൻ്റെ കളറ് ചേഞ്ച് ചെയ്ത് ഒരു ടോഫിയുടെ കളറാകുന്നത് വരെ ഇത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇതിൻ്റെ ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലേ ചെയ്യാവുള്ളൂ. ഇത് ഒരു മെത്തേഡ്. ഇതിലും കുറച്ച് വേറൊരു മെത്തേഡ് എന്താണെന്ന് ചോദിച്ചാൽ, കുക്കർ എടുക്കുക. കുക്കറിനകത്ത് ഈ ആ കണ്ടൻസ് മിൽക്കിൻ്റെ ടിന്നോടുകൂടെ അതിന് മേലെ വെള്ളം വരത്തക്ക വണ്ണം വെച്ചിട്ട് നന്നായിട്ട് ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വരിക. പിന്നെ ആ 1 വിസിൽ കഴിഞ്ഞ ശേഷം അത് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിക്കൊണ്ട് ഒരു 25-30 മിനിറ്റ്സ് വിത്ത് ലിഡിട്ട് അത് കുക്ക് ചെയ്യുക, ബോയിൽ ചെയ്യിക്കുക. അപ്പോൾ അത് കംപ്ലീറ്റ് 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കംപ്ലീറ്റ് പ്രഷർ റിലീസായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആ സോസിൻ്റെ ടോഫി സോസ് നമുക്ക് കിട്ടും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. അതായത് കണ്ടൻസ് മിൽക്ക് പാത്രത്തിലാക്കിയിട്ട് 1 ടേബിൾ സ്പൂണ് 1 ക്യാന് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടിട്ട് നന്നായിട്ട് മീഡിയം ഫ്ലെയിമിൽ അത് ആ ഒരു ടോഫിയുടെ കളർ വരുന്ന ആ സ്റ്റേജിൽ സ്റ്റോപ്പ് ചെയ്യും. ഇതിൻ്റെ കളർ ചേഞ്ചായിട്ട് വരുന്നുണ്ട്, കുറച്ച് സമയം എടുക്കും. പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ ഇളക്കുമ്പം ഇങ്ങനെ തന്നെ എടുക്കണം. എന്താ പറയുന്നത്, അല്ലെങ്കിൽ ലംസ് ഉണ്ടാവും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അതുപോലെ തന്നെ ഞാൻ അൺസോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്തത്. ഇനി അൺസോൾട്ടഡ് ബട്ടർ ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അതേ അളവിൽ നമുക്ക് പിന്നെ ഗീ യൂസ് ചെയ്യാം. പക്ഷെ നോർമലി ഈ ടോഫി സിറപ്പ് ഉണ്ടാക്കുമ്പോൾ ഈ അൺസോൾട്ടഡ് ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. അത് തിക്കായിട്ട് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കളറും ചേഞ്ചായിട്ട് വരുന്നുണ്ട്. ഇത് ചെയ്യുമ്പോൾ ഒരു നോൺ സ്റ്റിക്ക് ഇതിൽ ചെയ്യുന്നതാണ്, പാത്രത്തിൽ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്കിങ്ങനെ സൈഡ് വിട്ട് എളുപ്പം കിട്ടും. അതുപോലെ തന്നെ എന്താ പറയുക, ഇതുപോലെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി ചെയ്യുക. എനിക്ക് ഈ പ്രഷർ കുക്കറിൽ വെച്ച് ചെയ്യുന്നതിനെക്കാട്ടിൽ ഇതാണ് കുറച്ചുകൂടെ ഈസിയസ്റ്റ് മെത്തേഡ് എന്നാണ് ഞാൻ കരുതുന്നത്. എനിവേ, ഇത് കളർ ചേഞ്ചായിട്ട് വരും. അതിൻ്റെ കളറ് ചേഞ്ച് ആയിട്ടുണ്ട്, ഒരുവിധം ബ്രൗൺ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. ഇത് മാറ്റി നമുക്ക് വെക്കാം. ഇനി നമുക്ക് ഷുഗർ കാരമലൈസ് ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തെന്ന് പറഞ്ഞാൽ 1/2 കപ്പും 2 ടേബിൾ സ്പൂണൂടെ എടുത്തിട്ടുണ്ട്. ഷുഗർ മധുരം അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഗീയൂടെ ചേർക്കുക. ഇത് കാരമലൈസ് ചെയ്യുക. അതും മീഡിയം ഫ്ലെയിമിൽ ചെയ്താൽ മതി. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ.
ഷുഗർ എല്ലാം മെൽറ്റായി കളറ് ചേഞ്ച് ആയിക്കൊണ്ടേ ഇരിക്കുന്നു. കുറച്ചുകൂടെ ഒരു 1 or 2 minutes കൂടെ തന്നെ ഒരു അല്പം കൂടെ കളർ വേണം. 1 minute കൂടെ ചെയ്യാം നമുക്ക്. അങ്ങനെ ഷുഗർ കാരമലൈസ് ചെയ്തു. ഇത് നമുക്ക് മാറ്റി വെക്കാം, ഒന്ന് തണുക്കട്ടെ. ഇനി നമുക്ക് സേമിയ കുക്ക് ചെയ്യാം. ഇതിന് ഞാൻ 1 tablespoon ഗീ ഒഴിച്ച് നമുക്ക് ആദ്യം ഇത് വെർമിസലി ഫ്രൈ ആക്കാം. ഓൾറെഡി ഇത് റോസ്റ്റഡ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ നെയ്യുമായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്താൽ മതി. അത് ഒത്തിരി വറക്കല്ല. അതേസമയം റോസ്റ്റഡ് അല്ലാത്തതാണെങ്കിൽ അത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 250 ml കപ്പിൻ്റെ 1 കപ്പാണ് എടുത്തേക്കുന്നത്. അത് ഒന്ന് ജസ്റ്റ് ഇത് നെയ്ക്കകത്ത് ഒരു 1.5 minutes ഒന്നിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 cups ബോയിൽഡ് വാട്ടർ, തിളച്ച വെള്ളം, അതോടൊപ്പം തന്നെ 2 കപ്പ് പാല്. ഇത് മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് ചെറുതീയിൽ കുക്ക് ചെയ്ത് എടുക്കുക. ഇപ്പം നമ്മൾ ഷുഗറോ യാതൊന്നും ആഡ് ചെയ്ത് ഈ അവസരത്തിൽ ഷുഗർ ആഡ് ചെയ്താൽ ഇത് കുക്കായി വരത്തില്ല. അതുകൊണ്ട് നമുക്ക് ഈ വെർമിസെല്ലി കുക്കാകട്ടെ, ഈ പാലിനകത്തും ഈ വെള്ളത്തിനകത്തും കിടന്ന് കുക്ക് ചെയ്യുക. അത് സോഫ്റ്റ് ആകുന്നവരെ കുക്കാകുക. ചിലപ്പോൾ 7 to 10 minutes വേണ്ടി വരുമായിരിക്കും. നോക്കാം. ഒരു 10 minutes എടുത്തു. നമ്മുടെ സേമിയ കുക്കായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കാരമലൈസ് ചെയ്തിട്ടുള്ളതായ ഈ ഷുഗർ ആഡ് ചെയ്യുക. ഈ നേരത്തെ നമ്മൾ ചിലപ്പം ഈ കാരമലൈസ് നേരത്തെ ചെയ്ത് വെച്ചാൽ ചിലപ്പോൾ അത് കട്ടിയാകും. വിഷമിക്കേണ്ട. അത് വന്ന് ഒന്നുകൂടെ ഒന്ന് ചെറു തീയിൽ വെച്ചാൽ അതങ്ങ് മെൽറ്റായി ഈ രൂപത്തിൽ വരും. ഇതിനകത്ത് ഞാൻ അല്പം മിൽക്ക് കൂടെ ഒഴിച്ച് ഇതങ്ങ് ഇതാക്കിയെടുക്കും. അപ്പം ഒട്ടും നമ്മുടെ ആ പിന്നെ ഇത് പഞ്ചസാര ഇത് ചെയ്തത് വേസ്റ്റ് ആകത്തില്ല. പിന്നെ ഇത് ചെയ്യുമ്പം ഒരു കാര്യം ചെയ്തേക്കണേ, ഈ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യണം. കൊച്ചു പിള്ളേർ യങ്സ്റ്റേഴ്സൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് വലിയ പരിചയം കാണത്തില്ല. അതുകൊണ്ട് നിങ്ങൾ സ്റ്റൗ ഓഫ് ചെയ്തേച്ച് ഇത് ചെയ്യാം. ഓക്കെ. അപ്പോൾ പിന്നെ ഇതിനകത്ത് ബാക്കി 1/2 ലിറ്ററിൽ കുറച്ച് ഞാൻ ഇത് ഷുഗർ കാരമലൈസ് ചെയ്ത് കട്ടിയായി വന്ന ലാസ്റ്റിൽ അത് വേണ്ടി ഇച്ചിരി ഒഴിച്ചിട്ടുണ്ട്. ബാക്കി മിൽക്ക്, അതായത് 1/2 ലിറ്ററിൽ 1/4 എടുത്താണ് അത് ചെയ്തത്. ബാക്കി 3/4 കപ്പ് മിൽക്ക് ഞാൻ ഇതിനകത്ത് ഒഴിക്കുന്നു. മീഡിയം ഫ്ലെയിമിൽ ഒരു 3-4 മിനിറ്റ്, അതിൽ കൂടുതൽ വേണ്ട. ഇത് കൈ എടുക്കാതെ നമ്മൾ ചെയ്യുക കേട്ടോ. ഇതിപ്പം എന്താണ് ടോഫിയുടെ രൂപത്തിലാക്കി. ഇനി നമുക്ക് ഒന്ന് ലൂസാകാൻ വേണ്ടി ഇതിനകത്തെ മിൽക്ക് തന്നെ വെച്ച് ഒന്ന് മിൽക്ക് എടുത്ത് ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് നമുക്ക് ലൂസാക്കി എടുക്കാം. ചെറുതായിട്ട് താഴെ ഫ്ലെയിം വെച്ചിട്ടുണ്ട്. ഇതങ്ങ് മെൽറ്റായിക്കോളും. അപ്പോഴത്തേക്ക് മറ്റേ അത് അവിടെ ഇരുന്ന് ഒന്നുകൂടെ ഒന്ന് കുറുകട്ടെ. കണ്ട ടോഫി ആ തിളച്ച പാൽ വെച്ചിട്ട് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ അത് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് മെൽറ്റായിട്ട് നമുക്ക് ആ പായസത്തിനകത്തേക്ക് ഒഴിച്ചാൽ മതി. ചൂട് പാലൊഴിച്ചിട്ട് നല്ല ഇതിനകത്ത് വെച്ച് കണ്ട ഇപ്പോൾ അത് ആ സോസ് രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ലംസ് ഒന്നും ഉണ്ടാകാതെ നല്ലതായിട്ട് അത് ഉടച്ചെടുക്കുക. സമയമില്ലാത്തവരെന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഒന്ന് എന്താ പറയുക, മിക്സിയിൽ ജാറിനകത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതി. പക്ഷേ അതിനെക്കാട്ടി നല്ല ഇതാണ് ഇങ്ങനെ കുറച്ച് ചെയ്യുമ്പോൾ അതെല്ലാം അങ്ങ് മാറും. പിന്നെ എഗെയിൻ നമ്മൾ പായസത്തിനകത്തോട്ടല്ലേ ചേർക്കുന്നത്. അപ്പം നല്ല ഇതിൽ എല്ലാം അങ്ങ് മെൽറ്റായിക്കോളും ചൂടിനകത്ത് ഇടുന്നു.
ടോഫി സോസ് നല്ല ഒന്ന് ലംസ് ഇല്ലാതെ സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിക്കുക. ഇനി നമുക്ക് പായസത്തിന് വറുത്തിടേണ്ടതായ സാധനങ്ങൾ അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് നമുക്ക് വറുത്ത് ആ പായസത്തിനകത്തിടാം. അതുപോലെ തന്നെ ആ പായസം ടോഫി സോസ് ചേർത്തിട്ട് ഒരു 3-4 മിനിറ്റ് നല്ലതായിട്ട് കൈ എടുക്കാതെ ഇളക്കണം. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 1 ടേബിൾ സ്പൂണ് നെയ്യ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായിട്ട് ഈ അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ വറുത്തെടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട്സ് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒന്ന് കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് അതിലേക്ക് തന്നെ 3 ടേബിൾ സ്പൂണ് കിസ്മിസ് ആഡ് ചെയ്യുക. അത് വറുത്തെടുക്കുക. ഇതിലേക്ക് ചേർക്കുക. നല്ലതായിട്ട് ഇളക്കുക. പിന്നെ 2 കാര്യം കൂടിയുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ടു 3/4 ടീസ്പൂണ് പിന്നെ ഏലക്ക പൊടിച്ചത്. അത് 1/2 മുതൽ 3/4 1. അത് ഞാനിവിടെ 3/4 ഇതാണ് എടുത്തേക്കുന്നത് കാർഡമം പൗഡർ. ലാസ്റ്റിൽ ഒരു 1/4 ടീസ്പൂൺ നെയ്യൂടെ ചേർക്കുക. അങ്ങനെ ഇത് റെഡിയായി കാരമലൈസ്ഡ് ടോഫി വെർമിസലി പായസം. നിങ്ങൾ ഇത് ട്രൈ ചെയ്യുക, എന്നിട്ട് അഭിപ്രായം പറയാം. പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൺസിസ്റ്റൻസി മനസ്സിലായല്ലോ. അപ്പം ഇത് പായസം കുറച്ച് കഴിയുമ്പോൾ ഇച്ചിരി തിക്കാകാൻ സാധ്യതയുണ്ട്. അല്ല തിക്കാവുകയാണെങ്കിൽ മിൽക്ക് ചൂടാക്കി അല്ലെങ്കിൽ ഹോട്ട് വാട്ടർ ഒഴിച്ചാലും മതി. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് മിൽക്ക് തന്നെയാണ്. അപ്പോൾ പിന്നെ ചൂടാക്കിയ പാല് ഇതിലൊഴിച്ച് അവനവൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് പാലൊഴിക്കുക.